एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 41 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇന്ന് 42, 43 എന്നീ ശ്ലോകങ്ങൾ നോക്കാം. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാ. സങ്കരഃ മിശ്രസന്തതി, കുലജ്ഞാനാം കുലം മുടിച്ചവർക്കും, കുലസ്യ ച കുലത്തിനും, നരകായ ഏവ നരകത്തിനായി തന്നെ ഭവിക്കുന്നു, ഹി നിശ്ചയമായും, ഏഷം ഇവരുടെ, പിതരഃ പിതൃക്കൾ, ലുപ്തപിണ്ഡോദകക്രിയാഃ പിണ്ഡവും ഉദകക്രിയയും മുടങ്ങിയവരായിട്ട്, പതന്തി വീഴുന്നു, വർണ്ണസങ്കരകാരകൈഃ വർണ്ണസങ്കരമുണ്ടാക്കുന്ന, കുലജ്ഞാനാം കുലം നശിപ്പിക്കുന്നവരുടെ, ഏതൈഃ ദോഷൈഃ ഈ ദോഷങ്ങളാൽ, ശാശ്വതാഃ എന്നും നിലനിൽക്കേണ്ടുന്ന, ജാതിധർമാഃ സാമൂഹ്യ മര്യാദകളും, കുലധർമാഃ ച കുലധർമ്മങ്ങളും, ഉത്സാദ്യന്തേ വേരറുക്കപ്പെടുന്നു. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദകക്രിയയോ കിട്ടായകയാൽ അധപ്പതിക്കും. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കളുണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഇതാണ് ഈ 2 ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം. ഇവിടെ അർജുനൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് ഓരോ കാരണങ്ങൾ പറയുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞു. ഇവിടെ അർജുനൻ മറ്റൊരു കാരണം കൂടി പറയുന്നു. എന്താണ്? കുലം നശിച്ചു പോകും എന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് കാരണങ്ങളും പറഞ്ഞു. നശിച്ചു പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന്. ഇതാ മറ്റൊരു കാരണം കൂടി പറയുന്നു. എന്താണ്? കുലം നശിച്ചാൽ ജനവർദ്ധനവ് ഉണ്ടാകും. ആവശ്യമില്ലാതെ ജനവർദ്ധനവ് ഉണ്ടാവുകയും കുടുംബങ്ങൾക്കും പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. എങ്ങനെയാണ് ജീവിതം നരകതുല്യമാകുന്നത്? അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദകക്രിയയോ കിട്ടായാൽ അധപ്പതിക്കും. നമ്മളിവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു, ഓരോ കുലത്തിനും അവരവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് പ്രകാരമാണ് അവർ ഓരോ ചടങ്ങുകളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുലം നശിച്ചു കഴിഞ്ഞാൽ ഈ പല കുലത്തിൽപ്പെട്ടവർ വിവാഹം ചെയ്താൽ എന്തുണ്ടാവും? മിശ്രമായിട്ടുള്ള ആചാരങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് അവരുടെ ഉദകക്രിയകൾ ചെയ്യുവാനോ ഒന്നും സാധിക്കാതെ വരും. അത് നേരാൻ വണ്ണം ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയില്ല. അപ്പോൾ എന്തുണ്ടാവും? അവർ അധപ്പതിച്ചു പോകും. ആര്? ഈ പുതിയ തലമുറകൾ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പിതൃക്കളെ സന്തോഷിപ്പിക്കണമെന്ന്. അവർക്ക് വേണ്ടുന്ന പിണ്ഡക്രിയകൾ ഉദകക്രിയകളൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം. ഇല്ലെങ്കിൽ കുടുംബത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് വന്നു ഭവിക്കും. ദാരിദ്ര്യമാവട്ടെ, തൊഴിലില്ലായ്മ, അങ്ങനെ തുടങ്ങിയ എല്ലാ അനിഷ്ട കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ശ്രീരാമൻ പോലും എന്തു ചെയ്തത്? തൻ്റെ പിതാവിൻ്റെ ഉദകക്രിയ ചെയ്യാനായിട്ട് തയ്യാറായത്. രാമായണത്തിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. വനവാസകാലമായിരുന്നിട്ട് പോലും പിതാവിൻ്റെ ഉദകക്രിയ ചെയ്യാൻ രാമൻ മറന്നില്ല.
മരിച്ചുപോയ എല്ലാവർക്കും മോക്ഷം ലഭിക്കണമെന്നില്ല. കാരണം അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ ഫലമായി അവർ ചിലപ്പോൾ ഇങ്ങനെ മോക്ഷം കിട്ടാതെ അലയുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ഈ ആത്മാക്കൾക്ക് വേണ്ടും വണ്ണം ഉദകക്രിയകൾ ചെയ്താൽ എന്തു ചെയ്യും? അവർക്ക് മോക്ഷം ലഭിക്കുകയും അവരുടെ ആ പാപഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യും. അത് അവർക്ക് പെട്ടെന്ന് തന്നെ മോക്ഷത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഉദകക്രിയ ചെയ്യണം. ഇനി ഉദകക്രിയ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ എപ്പോഴും നമ്മളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ കുടുംബത്തിന് ദോഷമായി വരുന്നത്. ഇനി അടുത്ത അർജുനൻ പറയുകയാണ്, കുലനാശകരുടെ വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങൾ ശാശ്വതമായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിപ്പിക്കുന്നു. ഇവിടെ ജാതിധർമ്മം അല്ലെങ്കിൽ ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈഴവ, വിശ്വകർമ്മ, അതുപോലെ തന്നെ മറ്റു പല പല ജാതികൾ, അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ എന്താണ്? കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജാതിധർമ്മം എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ അടിസ്ഥാനമാക്കി. ചാതുർവർണ്ണ വ്യവസ്ഥകളെല്ലാം വന്നത് ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കാര്യമാണ് ഇവിടെ ജാതി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുലം നശിച്ചാൽ എന്തു ചെയ്യും? ഈ കുലധർമ്മങ്ങൾ മാത്രമല്ല നശിച്ചു പോകുന്നത്, ഈ പറയുന്ന ജാതിധർമ്മങ്ങൾ പോലും നശിച്ചു പോകും. ഇന്നിപ്പോൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ജാതിയൊക്കെ കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ ജോലികളും എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്നിപ്പോൾ ജാതിയെ പറയുന്നത്. പക്ഷേ പണ്ട് ഇത് പറഞ്ഞിരുന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജാതിയായാലും കുലമായാലും ഒക്കെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കുലധർമ്മവും ജാതിധർമ്മവും ഒക്കെ നശിക്കുമ്പോൾ എന്തു ചെയ്യും? ദുഷ്കർമ്മങ്ങളുണ്ടാകും. ആ ഒരു പാരമ്പര്യം തന്നെയാണ് നശിച്ചു പോകുന്നത്. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഏത് കുലത്തിൻ്റെ ആചാരത്തെയാണ് ധർമ്മത്തെയാണ് അനുഷ്ഠിക്കേണ്ടത്, ഏത് ജാതിയുടെ ധർമ്മത്തെയാണ് ആചാരത്തെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവുകയും അവർ രണ്ടിലും പെടാതെ അങ്ങനെ നടക്കുകയും ചെയ്യും. അങ്ങനെ നടക്കുന്നവരാണ് കൂടുതലും ദുഷ്കർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും. അവർക്ക് സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയുവാൻ പോലും കഴിയുന്നില്ല. ഓരോ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും സനാതനധർമ്മത്തെ മനസ്സിലാക്കുകയും ആ സനാതനധർമ്മത്തെ പിന്തുടർന്ന് പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നന്മയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അർജുനൻ പറയുകയാണ്, ഇത്തരം ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അതുകൊണ്ട് യുദ്ധം വേണ്ട എന്ന് അർജുനൻ പറയാതെ പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.